ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങിന്റെ ഭാഗമായുള്ള പുത്തൻ കതിർ സമർപ്പണം ഇന്നാണ്. പുത്തരിക്കണ്ടത്തിൽ നിന്നും കൊയ്തെടുക്കുന്ന നെൽക്കതിരുകൾ തിരുവനന്തപുരം മേയർ വി രാജേഷ് ശിരസിലേറ്റി ക്ഷേത്രത്തിൽ സമർപ്പിക്കും. നിറപുത്തരി ചടങ്ങ് പൗരാണിക രീതിയിൽ പുനഃസ്ഥാപിക്കുമെന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നത്. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരുന്നുണ്ട്. വീണ, പിന്നിൽ എത്ര സുന്ദരമായ കാഴ്ചയാണ്! അങ്ങനെ കതിരുകളൊക്കെ വിളഞ്ഞു നിൽപ്പാണ്. എന്താണ് ഇന്നത്തെ ചടങ്ങ്? കൃഷ്ണരാജ്, അശ്വതി, ഒരു പതിറ്റാണ്ടിൻ്റെ ഒരു പൗരാണികതയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഒപ്പം തന്നെ BJP നൽകിയൊരു വാഗ്ദാനത്തിൻ്റെ ആ ഒരു ഉറപ്പ് അന്ന് പാലിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പുത്തൻ കതിർ സമർപ്പണം അതാണ് ഇന്ന് നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഞാൻ നിൽക്കുന്ന ഈ പാടത്തു നിന്നുള്ള നെയ് കൊയ്തുകൊണ്ടാണ് ഇന്ന് ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്തിൻ്റെ പിതാവായ നഗരസഭയുടെ മേയറായ വി രാജേഷ് ശിരസിലേറ്റിക്കൊണ്ട് ക്ഷേത്രത്തിൻ്റെ പത്മതീർത്ഥക്കര പ്രത്യേക മണ്ഡപത്തിൽ ഇത് സമർപ്പിക്കുന്നത്. 10:30 കൂടിയാണ് കൊയ്ത്തുത്സവം നടക്കുന്നത്. ഈ ചടങ്ങിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. ആ ഒരുക്കങ്ങളൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPക്ക് തലസ്ഥാനത്ത് മേയർ ഉണ്ടായാൽ, ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ ആ പത്മനാഭസ്വാമിക്ക് ഇത്തരത്തിൽ ആ ഒരു പൗരാണിക സംസ്കാരത്തിൻ്റെയും കാർഷിക സംസ്കാരത്തിൻ്റെയും സമൃദ്ധിയുടെയൊക്കെ ഓർമ്മ വിളിച്ചോതുന്ന ആ ഒരു ചടങ്ങ്, ആ ചടങ്ങിൻ്റെ ഭാഗമായി തന്നെ കോർപ്പറേഷൻ്റെ കീഴിൽ തന്നെ ഇത്തരത്തിൽ നെല്ല് കൃഷി ചെയ്തുകൊണ്ട് അത് കൊയ്തെടുത്തുകൊണ്ട് പത്മനാഭസ്വാമിയുടെ മുന്നിൽ സമർപ്പിക്കുമെന്നൊരു നേർച്ച BJP സിറ്റി ജില്ലാ അധ്യക്ഷനായ കരമന ജയൻ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആ ഒരു ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. മാസങ്ങൾ നീണ്ടുനിന്ന ഒരു പ്രയത്നത്തിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഈ വിളഞ്ഞു നിൽക്കുന്ന ഈ സമൃദ്ധിയുടെ, വീണ്ടും ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ സമൃദ്ധി ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു നെൽപ്പാടം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇത് 10:30-ക്കാണ് ഈ ഒരു കൊയ്ത്തുത്സവം നടക്കുന്നത്. ആരോഗ്യ ദേവസ്വം മന്ത്രിയായ K മുരളീധരനാണ് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. മേയർ വി രാജേഷ് ഒരു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. വളരെ മനോഹരമായിട്ടൊരു കാഴ്ച. ഒരു പക്ഷേ തലസ്ഥാന നഗരിക്ക് ഹൃദയഭാഗത്ത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഈ തലമുറയ്ക്കും വരുന്ന തലമുറയ്ക്കും ആ ഒരു സംസ്കാരം, നമ്മുടെ കാർഷിക സംസ്കാരം പകർന്നു നൽകുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ആ പൗരാണികതയുടെ പാരമ്പര്യത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന കാഴ്ച തന്നെയാണ് കൃഷ്ണരാജ്, അശ്വതി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാം, പുത്തരിക്കണ്ടം മൈതാനം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കേൾവിയുള്ളതെന്ന് മുൻപ് ഇങ്ങനെ വളരെ സമൃദ്ധിയായി തന്നെ ഏക്കറുകളോളം നെൽകൃഷി ചെയ്തിരുന്ന ഒരിടം. പക്ഷേ പലതരത്തിലുള്ള ഭൂമി കയ്യേറ്റവും പലതരത്തിലുള്ള നഗരവികസനവും ഒപ്പം തന്നെ പലതരത്തിലുള്ള കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലം കൂടിയാണ്. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അത് ഭക്ഷണത്തെ, അതായത് ചോറ് എങ്ങനെയാ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ്. നെൽപ്പാടം കാണിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ അയൽ സംസ്ഥാനത്തിൻ്റെ അതിർത്തികളിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് പൗരാണികതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട്, നഗരവികസനത്തിനൊപ്പം തന്നെ പൗരാണികതയ്ക്കും കാർഷിക സംസ്കാരത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് BJP ഭരണസമിതി ഇത്തരത്തിലുള്ള ഒരു കൃഷി, ആ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൃഷി ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മാസങ്ങൾ നീണ്ടുനിന്ന ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വളരെ സമൃദ്ധമായി തന്നെ നിൽക്കുന്നത് എന്നുള്ളതാണ്. രാവിലെ വന്ന് ഈ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മുടെ മനസ്സും നിറയുന്നു എന്നുള്ളതാണ്. 10:30-ക്കാണ് ചടങ്ങ് നടക്കുക. 10:30-ക്ക് ചടങ്ങ് നടന്നതിന് ശേഷം വൈകിട്ട് ശിരസിലേറ്റിക്കൊണ്ട് മേയർ വി രാജേഷ് ശിരസിലേറ്റിക്കൊണ്ട് പത്മതീർത്ഥക്കരയിൽ അലങ്കാരത്തോടുകൂടി തീർത്തിരിക്കുന്ന പ്രത്യേക മണ്ഡപത്തിൽ ഇത് സമർപ്പിക്കും. നിറപുത്തരി ചടങ്ങ് നടക്കുന്നത് ഓഗസ്റ്റ് 3-ാം തീയതിയാണ്. അന്നാണ് ഈ പുത്തൻ കതിരുകൾ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത്. കൃഷ്ണരാജ്, അശ്വതി. ശരി.